അല്ലെങ്കിൽ ഇന്ത്യയുടെ പൈതൃകത്തെയും ചരിത്രത്തെയും ഒക്കെ വളരെ അഭിമാനത്തോടുകൂടി അനുസ്മരിക്കുന്നു. ഈ തലമുറ കഴിഞ്ഞും ഈ അഭിമാനവും അനുസ്മരണമൊക്കെ നമ്മളുടെ വരും തലമുറകൾക്കും കൂടി ബാക്കി വയ്ക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. കാരണം അമേരിക്കയ്ക്കോ റഷ്യയ്ക്കോ ഒന്നും ക്ലെയിം ചെയ്യാൻ അവകാശപ്പെടാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു മഹത്തായ പാരമ്പര്യത്തിൻ്റെയും പൈതൃകത്തിൻ്റെയും ചരിത്രത്തിൻ്റെയും ഒക്കെ അവകാശികളാണ് നമ്മൾ. കഴിയുന്ന വിധത്തിൽ, അതായത് ഈ KHRS വഴി ഈ പ്രഭാഷണ പരമ്പര വഴിയായിട്ട് കഴിയുന്നതും പൈതൃകങ്ങളും ചരിത്ര സ്മാരകങ്ങളും എല്ലാം സംരക്ഷിക്കാനും സമൂഹത്തിൽ ചരിത്രാവബോധം വളർത്താനുമുള്ള ശ്രമങ്ങൾ പല വിധത്തിൽ നടത്തുന്നുണ്ട്. പ്രധാനമായും ക്ലാസ്സുകളും സെമിനാറുകളും അങ്ങനെയുള്ള പരമ്പരകളൊക്കെ വഴിയായിട്ടാണ്. പിന്നെ അതോടൊപ്പം തന്നെ ഞങ്ങൾ യാത്രകൾ എന്ന് വെച്ചാൽ ഇതൊരു പിക്നിക്കായിട്ടല്ല, ചരിത്ര സ്മാരകങ്ങളും പൈതൃക സ്ഥാനങ്ങളും ഒക്കെ കാണാനും അതിൻ്റെയൊക്കെ കാലപ്പഴക്കം അതൊക്കെ കണ്ട് ചരിത്രത്തിൻ്റെ ആ പുതുമയും പഴമയും ആകർഷണീയതയും ഒക്കെ ജനങ്ങൾക്ക് മനസ്സിലാകണം. അപ്പോൾ മാത്രമാണ് നമ്മൾ മലകളും ക്ഷേത്രങ്ങളും പഴയ കെട്ടിടങ്ങളും ഒക്കെ സംരക്ഷിക്കേണ്ടതാണെന്നുള്ളൊരു ബോധം ജനങ്ങളിലുണ്ടാവുള്ളൂ. അതിനു വേണ്ടിയിട്ട് കൂടിയാണ് ഞങ്ങൾ പല യാത്രകളും സംഘടിപ്പിച്ചിട്ടുണ്ട്. ഈ യാത്രകളൊക്കെ പങ്കെടുത്തവർക്ക് വളരെയധികം സന്തോഷവും സംതൃപ്തിയൊക്കെ നൽകി. അവരുടെ ചരിത്രബോധം വളരെ വളർന്നു എന്ന് അവർ നേരിട്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പം അതുകൊണ്ട് അതും കൂടി ഞങ്ങളുടെ ഒരു ദൗത്യമായിട്ട് കരുതുന്നു. ഇനിയിവിടെ ഇന്ന് വേദിയിൽ ഇന്നത്തെ മുഖ്യ പ്രഭാഷകയും മറ്റു പ്രഭാഷകരും അവരുടെ അനുഭവങ്ങളൊക്കെ പങ്കുവയ്ക്കാനും അറിവ് പങ്കുവയ്ക്കാനും തയ്യാറായിട്ടിരിക്കുകയാണ്. കീർത്തന ഇങ്ങനെ ഒരു ടോക്കിന് വരണം. നമ്മുടെ ഒരു ടോക്ക് സീരീസ് ആണ് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. അത് പറഞ്ഞപ്പോൾ ഞാൻ ആലോചിച്ചു, കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ സാറ് നമ്പർ പറയുന്നത് വിളിച്ചതല്ലല്ലോ. അതിനകത്ത് പൈതൃക സംരക്ഷണത്തിന്റെ പ്രസക്തി അപ്പൊ ഈ മനസ്സിലായി, നമ്പർ മാറിയിട്ടില്ല, എന്നെ തന്നെയാണ് വിളിച്ചതെന്ന്. ആദ്യം ഒരു പോസ് ഇട്ടിട്ട് ഞാൻ ഒന്ന് ആലോചിച്ചു. ശരിക്കും പറഞ്ഞാൽ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ 1-2 ഡയലോഗുകൾ മറ്റേ സുരേഷ് ഗോപി അടിക്കുന്നത് പോലെ അടിക്കുന്നതല്ലാതെ ഇൻഡെപ്തായിട്ട് ഞാൻ അങ്ങനെ അതിനെക്കുറിച്ച് വായിച്ചിട്ട് അതിനാവശ്യം വന്നിട്ടുമില്ല. കാരണം കോളേജിൽ പഠിക്കുന്ന സിലബസിലും പിന്നെ ഇലക്റ്റീവായിട്ട് വല്ലപ്പോഴും പഠിപ്പിക്കുന്ന സിലബസിലും ഇതിനുള്ള സ്പേസും ഇല്ല, ഗ്യാപ്പും ഇല്ല. പക്ഷെ നമുക്ക് ഈ പറഞ്ഞതുപോലെ സാറ് പറഞ്ഞ 2-3 ആർട്ടിക്കിൾസ് കാണാതെ അറിയാവുന്നത് കൊണ്ട് അതടിച്ച് വിടുകയാണ് യൂഷ്വലി പതിവ്. ഞാൻ ഓർത്ത് ഇതുവരെ പഠിച്ചിട്ടില്ലാത്ത ഒരു ഏരിയ പഠിക്കുന്നത് കൊണ്ട് എനിക്കും ഗുണമുണ്ട്. അത് ഞാനിവിടെ ഒന്ന് സംവദിക്കുമ്പോൾ ചിലപ്പോൾ അതിലുണ്ടാകാവുന്ന ഡിസ്കഷൻസ് കൊണ്ട് നമുക്ക് എല്ലാവർക്കും സമ്പന്നരാകാമെന്ന് കരുതി തന്നെ ഒരല്പം പേടിയോടെ എന്നാൽ പുറത്ത് ധൈര്യം കാണിച്ചുകൊണ്ട് ഏറ്റെടുത്ത ഒരു സംരംഭമാണിത്. ഒരേ ഒരു യൂണിവേഴ്സ്, ഒരേ ഒരു ഭൂമി, ആ ഭൂമിയിൽ ഒരേ ഒരു ജനത. ആ ഒരു ചിന്ത നമ്മൾ ആദ്യം ഉൾക്കൊള്ളണം. ആ ചിന്തയിൽ നിന്ന് നമ്മളത് നമ്മുടെ അടുത്ത തലമുറയ്ക്ക് പങ്കിട്ട് കൊടുക്കണം, അത് അവരിൽ പഠിപ്പിക്കണം. അതിനെന്തെങ്കിലും ഒരു അമെൻമെന്റ് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യയിൽ വന്നാൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് നമ്മൾ തന്നെ ആയിരിക്കും. അപ്പോൾ നമ്മുടെ ഇന്ത്യയുടെ ഭാഗം എടുക്കുകയാണെങ്കിൽ സമാനതകളില്ലാതെ, ഇപ്പോൾ ഞാൻ ഇനിയിപ്പം ഇന്ത്യക്കാരിയായിട്ട് സംസാരിക്കാം. കാരണം ആഫ്രിക്കയിൽ നിന്ന് ഞാൻ വന്നു, പിന്നെ കുറെ കാലങ്ങളായിട്ടും സെഞ്ചുറീസ് ആയിട്ടും അല്ലെ 7500 BC-യിലൊക്കെ പണിതപ്പെട്ട പട്ടണങ്ങളുടെയൊക്കെ ഉടമസ്ഥയായിട്ട് നിൽക്കുകയാണ്. കടലിന്റെ അടിയിലാണ് ആ പട്ടണം എന്നൊക്കെ ഉണ്ടെങ്കിലും കുഴപ്പമില്ല. അപ്പൊ അങ്ങനെ ഒരു ഇന്ത്യക്കാരിയായിട്ട് ഇരിക്കുന്ന സ്ഥിതിക്ക് വളരെയേറെ സന്തോഷത്തോടെ പറയാൻ പറ്റും, സമ്പന്നമാണ് എൻ്റെ ചരിത്രവും എൻ്റെ പൈതൃകവും. അപ്പൊ അത് ഗുഹാക്ഷേത്രങ്ങളായിരിക്കാം, അല്ലെങ്കിൽ ക്ഷേത്രം എന്നുള്ള വാക്ക് തന്നെ അതൊരു റിലീജിയസ് ടേമേ അല്ല. നമ്മളെക്കാൾ വലുതായ അല്ലെ നമ്മളെക്കാട്ടിലും കൂടിയ ശക്തി നമ്മൾ അധിവസിച്ചിരിക്കുന്ന സ്ഥലം. അതൊരു എന്താ പറയാ, നമ്മുടെ ഇന്ത്യൻ ഇതനുസരിച്ച് അഹം ബ്രഹ്മാസ്മി, ഞാൻ
ഐ ആം എ മോളിക്യൂൾ ഓഫ് ഗോഡ്. ദൈവം എന്നിലുണ്ട്, ദൈവം മുന്നിലിരിക്കുന്ന എല്ലാവരിലുമുണ്ട്. അതുകൊണ്ട് മാത്രമായിരിക്കുമല്ലോ നമ്മളെല്ലാവരും തമ്മിൽ കാണുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമസ്കാരം പറയുന്നത്. ഞാൻ നിന്റെ ഉള്ളിലെ ദൈവത്തെ അംഗീകരിക്കുന്നു, നീ എൻ്റെ ഉള്ളിലെ ദൈവത്തെ അംഗീകരിക്കുന്നു. പക്ഷെ നമുക്കറിയാം, ഇന്ന് ഞാൻ സമ്പന്നമായിട്ട് നിൽക്കുന്നത് ചിലപ്പം ഈ തരത്തിലുള്ള കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ്സും അവരുടേതായ മതപരമായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ കൊണ്ട് മാത്രം നിർമ്മിക്കപ്പെട്ട പല നിർമ്മിതികളുടെ കാരണം കൊണ്ടായിരിക്കാം. കാരണം ഇന്ന് നമ്മൾ സംസാരിക്കുന്ന പല കാര്യങ്ങളും അന്ന് സംസാരിച്ചാൽ ചിലപ്പോൾ വില പോവുകയില്ല. നമ്മുടെ വാസ്തുശാസ്ത്രമൊക്കെ എടുത്താൽ തന്നെ വരാം, ശാസ്ത്രമാണ് വായുവിന്റെയും വെളിച്ചത്തിന്റെയും മാത്രം ശാസ്ത്രമാണ്. പക്ഷെ ശാസ്ത്രമാണെന്ന് അന്ന് പറഞ്ഞാൽ ആർക്കും മനസ്സിലാകാത്തത് കൊണ്ട് പറഞ്ഞു പിശാച വീതിയുണ്ട്, അത് കഴിഞ്ഞിട്ട് നമുക്ക് വസിക്കാവുന്ന സ്ഥലമുണ്ട്, നടുക്ക് ബ്രഹ്മവീതിയുണ്ട്, ബ്രഹ്മവീതിയിൽ കെട്ടിടം പണിതാൽ പ്രശ്നമാണ്, പിശാച വീതിയിൽ കെട്ടിടം പണിതാൽ വീണ്ടും പ്രശ്നമാണ്, കാരണം പിശാചുമായിട്ട് ആർക്കും ഒത്തുപോകാൻ പറ്റില്ല. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഒരു തലമുറയെ പഠിപ്പിച്ചു, ആ തലമുറ നമ്മളെ പഠിപ്പിച്ചു, അങ്ങനെ നമ്മൾ കൊണ്ടുപോവുകയാണ്. പക്ഷെ ഇതിനകത്തെല്ലാം മനസ്സിലാക്കേണ്ടത് ഭൂമിയുമായിട്ടൊരു റെസ്പെക്ട്, ഭൂമിയെ പ്രകൃതിയെ റെസ്പെക്ട് ചെയ്തുകൊണ്ട് ഉള്ള ഒരു ജീവിത രീതി, അത് വാസ്തുശാസ്ത്രം എന്ന പേര് പറഞ്ഞ് എടുത്തിട്ടുണ്ടെങ്കിലും അതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് ഭൂമിയെ അറിഞ്ഞ് വാസയോഗ്യമായ സ്ഥലങ്ങൾ ഉണ്ടാക്കാനും അതുപോലെ വസിക്കാനുമുള്ള ഇടങ്ങൾ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയായിരുന്നു. പൈതൃകം നേരത്തെ പറഞ്ഞ പോലെ നമ്മളെല്ലാം നിർമ്മിതികളുടെ പുറകെയാണ്. അപ്പം ഇതിന് ഒരു ഫിസിക്കൽ ഹെറിറ്റേജ് എന്ന് പറയും. അത് മനുഷ്യനിർമ്മിതമാകാം, അല്ലെങ്കിൽ പ്രകൃതിദത്തമായതാകാം. മനുഷ്യനിർമ്മിതമായിട്ടുള്ളതാണ് നമ്മളിപ്പോൾ സംസാരിക്കുന്നത്. കാരണം ഏറ്റവും പെട്ടെന്ന് നശിക്കപ്പെടുന്നത്, രണ്ടും നശിക്കപ്പെടും, നമ്മളത് കണ്ടതാണ്, ചൂരൽമലയിലും എല്ലാം നാച്ചുറൽ ഹെറിറ്റേജ് നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അതും ഈ കായംകുളം നാടിന്റെ ഒരു പ്രത്യേകത, രണ്ട് സൈഡും മൂർച്ചയാണ്. അപ്പം ജീവിക്കണം, ഡെവലപ്മെന്റ് വേണം, ഓർഗനൈസേഷൻ ഉണ്ടാവും. അപ്പോൾ എന്തെങ്കിലും ഒന്ന് ചീഞ്ഞാലേ ഒന്നിന് വളമാവുകയുള്ളൂ. അതുകൊണ്ട് അത് നടക്കുന്നുണ്ട്. എങ്കിൽ പോലും നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യം, നമ്മൾ മനുഷ്യരായിട്ട് നിർമ്മിച്ചത്, അപ്പൊ അതായത് ആദിമ മനുഷ്യൻ ഗുഹകളിലൊക്കെ താമസിച്ചു, അത് കഴിഞ്ഞിട്ട് പയ്യെ അയാളുടെ സെൻസ് ഓഫ് ഈസ്തെറ്റിക്സ് ഡെവലപ്പ് ചെയ്തു. അപ്പോഴായിരിക്കാം ആദ്യമായിട്ട് ചെയ്ത പെയിന്റിംഗ് എന്ന് പറയുന്നത് നമ്മൾ ഇന്ന് ആഘോഷിക്കുന്ന ഭീംകേദ ഗുഹാക്ഷേത്രങ്ങളിലെ എക്സ്റേ പെയിന്റിങ്ങുകൾ ആദിമ മനുഷ്യൻ ചെയ്തതാണ് എന്ന് പറയും. നമ്മൾ പലപ്പോഴും അതിനെ ആഘോഷിക്കാറുണ്ട്. മനുഷ്യന്റെ ഉള്ളിലെ ആ ഒരു സൗന്ദര്യബോധം വളർന്നു. അതനുസരിച്ച് ഇന്റീരിയർ ഡെക്കറേഷൻ, ഇന്നത്തെ ഇന്റീരിയർ ഡെക്കറേഷൻ അദ്ദേഹം ചെയ്തത്. പിന്നെ അങ്ങ് പോകെ നമ്മൾ കാണുന്നുണ്ട്, ചെറിയ ചെറിയ ഗുഹകൾ മാത്രം പോരാ ജീവിക്കാൻ. നമ്മൾ സെറ്റിൽമെന്റ് ആവശ്യമുണ്ട്. സെറ്റിൽമെന്റ് വരുമ്പോഴത്തേക്കും ആനിമൽസിനെ ടൈം ചെയ്യുന്നു, അപ്പൊ അവർക്ക് വസിക്കാൻ സ്ഥലങ്ങള്, പിന്നെ കൃഷി തുടങ്ങുന്നു, കൃഷിയുടെ കിട്ടുന്ന ഇതെല്ലാം നമുക്ക് ധാന്യങ്ങളെല്ലാം ശേഖരിച്ചു വെക്കാനുള്ള സ്ഥലങ്ങൾ, ഇതെല്ലാം ആവശ്യം വന്നപ്പോഴത്തേക്കും നമ്മൾ അതിനെ പറയുന്നത് ഓർഗനൈസ്ഡ് ആയിട്ട് വരുവാണ്. നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ട രീതിയിൽ അന്ന് ഏതൊക്കെ നിർമ്മാണ മെറ്റീരിയൽസ് അവൈലബിൾ ആണോ, നിർമ്മാണ സാമഗ്രികൾ അവൈലബിൾ ആണോ, അതുപോലെ ഏത് നിർമ്മാണ ടെക്നോളജി അവൈലബിൾ ആണോ, അതിൽ ഉരുത്തിരിഞ്ഞു വന്ന പല വാസ്തുവിദ്യകളുമാണ് നമ്മൾ ഈ ഫിസിക്കൽ ഹെറിറ്റേജ് ആയിട്ട് കാണുന്നത്. പക്ഷെ ഇതും കോൺസ്റ്റിറ്റ്യൂഷനുമായിട്ട് പ്രത്യേകിച്ച് ഒരു പിണക്കമൊന്നുമില്ല. പക്ഷെ കോൺസ്റ്റിറ്റ്യൂഷനിൽ വന്ന കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കുകയും പിന്നെ സായിപ്പ് പോയപ്പോൾ സായിപ്പായിട്ട് ഇട്ട് തന്ന കുറച്ച് ചിന്തകൾ മനസ്സിൽ കൊണ്ട് നടന്നതുകൊണ്ട് മാത്രമാണ് നമ്മൾ പൈതൃകത്തെ മോണ്യുമെന്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. മോണ്യുമെന്റ്, ഇപ്പം നാഷണൽ മോണ്യുമെന്റ് അതോറിറ്റിയുണ്ട്. മോണ്യുമെന്റ്സ് ആയിട്ടുള്ളത് രാജാവും കിങ്കരന്മാരും ഒക്കെ ചെയ്തിട്ട് വെച്ചിരുന്ന വലിയ വലിയ കെട്ടിടങ്ങൾ മാത്രമാണോ പൈതൃകം എന്നുള്ളത് നമ്മൾ ആലോചിക്കണം. അതോ എൻ്റെ തന്നെ ഗ്രാമത്തിലുള്ള ഒരു ചെറിയ അമ്പലവും ഒരു ആൽത്തറയെ ചുറ്റിയുള്ള ഒരു മൈക്രോ ഹിസ്റ്ററിയും ഒരു ചെറിയൊരു ചരിത്രവും, അത് എനിക്ക് വളരെ വലുതാണ്. ചിലപ്പോൾ അമേരിക്കയിലിരിക്കുന്ന ആൾക്ക് അതിൽ വലിയ താല്പര്യം ഉണ്ടാകത്തില്ല. പക്ഷെ അത് എനിക്കും എൻ്റെ പൂർവികന്മാർക്കും ഇനി വരാൻ പോകുന്ന തലമുറയ്ക്കും ആ മൈക്രോ ഹിസ്റ്ററി വളരെ വാല്യൂബിൾ ആണ്. അപ്പോൾ അതും നമ്മുടെ പൈതൃകത്തിന്റെ ഭാഗമായിട്ട് മാറുന്നുണ്ട്. പിന്നെ നാച്ചുറൽ ആയിട്ട് നമുക്ക് തനതായി ലഭിച്ച കുറച്ച് ബ്യൂട്ടിഫുൾ പിക്ചേഴ്സ് ഇട്ടേ ഉള്ളൂ. നമുക്ക് ചുറ്റിനുമുള്ളത് കേരളം വളരെയേറെ അനുഗ്രഹീതമാണ്. കാരണം ദൈവത്തിന്റെ സ്വന്തം നാട്, നിറയെ പച്ചപ്പ ഹരിതാപ എല്ലാമുള്ള പൈതൃക സമ്പത്ത്.
ഇനി മറ്റൊരു ക്ലാസിഫിക്കേഷൻ നമ്മൾ അധികം സംസാരിക്കാത്തതും അതിനെ നമുക്ക് ഫിസിക്കലായിട്ട് കാണാൻ പറ്റാത്തത് കൊണ്ട് ശരിക്കും പറഞ്ഞാൽ അതിനെ ആർക്കും നശിപ്പിക്കാൻ പറ്റത്തില്ല. അതിനെ നശിപ്പിക്കാനായിട്ട് നമുക്ക് മാത്രമേ പറ്റുള്ളൂ. അതെങ്ങനെയാണെന്ന് വെച്ചാൽ അടുത്ത തലമുറയ്ക്ക് കൈമാറാതിരിക്കുമ്പോൾ. കാരണം അതിനൊരു ഫിസിക്കൽ ഫോം ഇല്ല, നമ്മളൊരു അരൂപിയാണ് ഇതെല്ലാം. അപ്പം ഈ പറഞ്ഞ പോലെ മൈക്രോ ഹിസ്റ്ററി, ചെറിയ ചരിത്രങ്ങൾ, എൻ്റെ പ്രാദേശികമായ ചരിത്രങ്ങൾ, ഫോക്ക് ലോറുകൾ എന്ന് വേണ്ട നമ്മളെ നാമാക്കിയ ഒരുപാട് കഥകൾ കാണും. അല്ലെങ്കിൽ പല എന്താ പറയുക ഡാൻസ് ഫോംസ്, പല ആർട്ട് ഫോംസ്, ഇതെല്ലാം ടേക്കേഴ്സ് ഇല്ലാതെ വരുമ്പോൾ നശിച്ചു പോകുന്ന ഒരു ഇൻടാഞ്ചിബിൾ ആയിട്ടുള്ള ഹെറിറ്റേജ് ആണ്. നമുക്കതിനെ തൊടാനൊന്നും പറ്റത്തില്ല, നമുക്കതിനെ എക്സ്പീരിയൻസ് ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ. അപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ചുറ്റിനും നമുക്ക് എത്രമാത്രം നിർമ്മിതിയിലുള്ള പൈതൃകമുണ്ടോ അതുപോലെ തന്നെ നമുക്ക് നിർമ്മിക്കപ്പെടാതെ തലമുറകളായി കൈമാറി വന്ന എ ഫിസിക്കൽ ഹെറിറ്റേജ്, അതിന് ഇൻടാഞ്ചിബിൾ ഹെറിറ്റേജ് എന്നും പറയും. ഇത് ഒരു ഫിസിക്കൽ ഹെറിറ്റേജ്, ഒരു മൂർത്തിയുടെ യാത്ര കൊണ്ട് എങ്ങനെ ഒരു പൈതൃകം ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു കൺട്രിയിലേക്ക് പോയെന്നുള്ളതിൻ്റെ ഒരു ഇതാണ്. ശരിക്കും ഇന്ത്യൻ നാഷണൽ ട്രസ്റ്റ് ഫോർ ആർട്ട് ആൻഡ് കൾച്ചറൽ ഹെറിറ്റേജ് ഒരു റിസർച്ച് സ്കോളർഷിപ്പ് എനിക്ക് ലഭിച്ചു അവർ വഴി. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ശ്രീലങ്കയിലോട്ട് യാത്ര ചെയ്യാൻ പറ്റി. ആ യാത്രയിൽ ആദ്യം പോയത് അവിടുത്തെ ആർക്കിടെക്ചറൽ ഫോംസിന് ബേസിക്കലി തച്ചുശാസ്ത്രം, അവരുടെ ടിമ്പർ ആർക്കിടെക്ചറിന് നമ്മുടെ തച്ചുശാസ്ത്രവുമായി നല്ല ഒരു സാമ്യത ഉണ്ടല്ലോ എന്ന് തോന്നിയ ഒരു നിമിഷത്തിലാണ് ഞാൻ അങ്ങനെ റിസർച്ച് പ്രപ്പോസൽ എഴുതി സബ്മിറ്റ് ചെയ്തത്. അപ്പോൾ പക്ഷേ അന്ന് അവരുടെ ടോപ്പിക്ക് കമ്മ്യൂണിറ്റീസിനെ കുറിച്ചുള്ള സ്റ്റഡിയാണ്. അപ്പൊ എന്നോട് പറഞ്ഞു, നിങ്ങൾക്ക് ഇത് ചെയ്യാം, ഇത് നിങ്ങളുടെ പാഷനാണ്, അതൊരു മൂന്നാമത്തെ ഒബ്ജക്റ്റീവായിട്ട് വയ്ക്കും, പക്ഷെ 1ഉം 2ഉം ഒബ്ജക്റ്റീവ് ഞങ്ങൾക്ക് വേണ്ടത് നിങ്ങൾ പഠിച്ചു തരണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു സന്തോഷം, മൂന്നാമതെങ്കിലും എനിക്ക് എൻ്റെ പാഷൻ കിട്ടിയാലോ 1ഉം 2ഉം ഞാൻ ചെയ്യാം. കാരണം 1ഉം 2ഉം എന്നിൽ നിന്ന് ഒരുപാട് അടച്ചുള്ളതൊന്നുമല്ല, കമ്മ്യൂണിറ്റി സ്റ്റഡിയാണ്. അപ്പം അതിൻ്റെ ഭാഗമായി യാത്ര ചെയ്യാനും അവിടെ ക്യാൻറ്റീൻ എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു ഹിസ്റ്റോറിക് കോറാണ്, അത് യുനെസ്കോ പ്രൊട്ടക്റ്റഡ് സൈറ്റ് ആണ്. അതിനകത്തെ കെട്ടിടങ്ങളുടെ തച്ചുശാസ്ത്രപരമായ കൺസ്ട്രക്ഷൻ എങ്ങനെയാണെന്നും അത് നമ്മുടെ കേരളത്തിലെ ആർക്കിടെക്ചർ ഫോമുമായിട്ട് കമ്പാരിസൺ ചെയ്യുകയൊക്കെ ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഒരു കാര്യം മനസ്സിലാക്കിയത് എന്താണെന്ന് വെച്ചാൽ അവരുടെ കമ്മ്യൂണിറ്റിയുടെ മനസ്സിൻ്റെ വലിപ്പം. അവർക്ക് ബുദ്ധദേവനാണ് മെജോറിറ്റി റെസ്പെക്ട് ചെയ്യുന്നത്, ബുദ്ധ ഭഗവാനുണ്ട്. പക്ഷെ ബുദ്ധ ഭഗവാനോടൊപ്പം തന്നെ 3 ഹിന്ദു ദൈവങ്ങളുടെ അമ്പലങ്ങളും ഉണ്ട്. അതിലൊന്ന് ദേവി, 4മത്തത് ദേവിയാണ്. അപ്പൊ ആ ദേവി ആരാണെന്നൊക്കെ അന്വേഷിച്ച് ചെന്നപ്പോഴത്തെ ആ ദേവിയുടെ പേര് പട്ടിണി എന്നാണ് അവർ വിളിക്കുന്നത്. നമ്മുടെ പട്ടിണി അല്ല കേട്ടോ, PATTINI, പട്ടിണി ദേവി എന്നാണ്. അപ്പൊ എനിക്ക് ഒത്തിരി എന്തോ ഒരു ഭയങ്കര ഇൻട്രസ്റ്റ് തോന്നി. കാരണം ഒരു സ്ത്രീപക്ഷപാതി ആയതുകൊണ്ടായിരിക്കും ഒരു ദേവിയൊക്കെ അവിടെ കണ്ടപ്പോൾ വലിയ സന്തോഷമായി. അപ്പം പട്ടിണി ദേവിയെ കുറിച്ച് പഠിക്കാൻ തുടങ്ങിയപ്പോഴാണ് പിന്നെ കഥകൾ ഓരോന്നോരോന്നായി പുറത്തു വരുന്നത്. കണ്ണകി മധുരാപുരി ചുട്ട് ചാമ്പലാക്കിയ ശേഷം നടന്ന്, ഞാൻ കഥയാണ് പറയുന്നത്, നടന്ന് കടലിൽ കൂടെ നടന്ന് അവിടെ ചെന്ന് അവിടെ സ്ഥാപിക്കപ്പെട്ടു എന്നൊരു ചരിത്രം. അത് വെറും ഒരു സ്റ്റോറി മാത്രമാണ്. എന്തായാലും നമുക്കറിയാം കടല് കടന്ന് എത്താൻ പറ്റുമോ എന്നുള്ളതൊക്കെ ചോദ്യചിഹ്നങ്ങളാണ്. അതേസമയം നമുക്കുമുണ്ട് ഒരു ആറ്റുകാലമ്മ. ആറ്റുകാലമ്മയുടെ കഥ എങ്ങനെയാണെന്ന്, ഒറിജിൻ എങ്ങനെയാണെന്ന് വെച്ചാൽ കണ്ണകി ദേവി കോവിലൻ മരണപ്പെട്ടതിന്റെ ദേഷ്യത്തിലും മധുര നഗരി നശിപ്പിച്ചു, തീ കത്തിച്ചു നശിപ്പിച്ച ശേഷം നടന്ന് താഴേക്ക് വന്നപ്പോൾ ആറ്റുകാലമ്മയുടെ ദേവിയുടെ ക്ഷേത്രം ഇരിക്കുന്ന സ്ഥലത്ത് ആളുടെ ദേഷ്യമെല്ലാം ഒന്ന് തീർക്കാൻ വേണ്ടി സമാധാനിപ്പിക്കാൻ ഇരുത്തിയെന്നും അങ്ങനെ അവിടെ പൂജ തുടങ്ങിയെന്നും അതിനുശേഷമാണ് കൊടുങ്ങല്ലൂരിലേക്ക് മാറ്റി സ്ഥാപിച്ച് രൗദ്രരൂപിണിയായിട്ട് വന്ന് നിൽക്കുന്നത് ഇവിടെയാണെന്നും ആണ് കഥ. അപ്പോൾ ഞാൻ മനസ്സിലാക്കി ഒരേ ഒരു ദേവി ചൈതന്യം, അത് ഒരു ഐഡിയൽ. ബുദ്ധിസം സ്പ്രെഡ് ചെയ്ത സമയത്ത്
എംപറർ അശോക അദ്ദേഹത്തിന്റെ മകനെയും മകളെയും അതുപോലെ തന്നെ ചരിത്ര പണ്ഡിതന്മാർ ഒരുപാട് പേര് ഇവിടെയുണ്ട്, അവർക്ക് ഓർമ്മയിൽ ഉണ്ടാവുന്നില്ല. ബുദ്ധന്റെ ക്യാൻഡി, സീക്രട്ട് ടൂത്ത്, ക്യാൻഡിയിൽ ഇരിക്കുന്നത് ബുദ്ധന്റെ സീക്രട്ട് ടൂത്ത് ആണ്. ആ ടൂത്ത് കൊണ്ടുപോകുന്നതിന്റെ കൂടെ തന്നെ ചോള രാജ്യങ്ങളിൽ കൂടെ ഒക്കെ നടന്നു വന്നപ്പോഴായിരിക്കാം ഇങ്ങനെ ഒരു ഐതിഹ്യവും കണ്ണകിയെ കുറിച്ച് പഠിക്കുകയും ആൾക്കാരുടെ എത്രമാത്രം വിശ്വാസം കണ്ണകിയിലുണ്ട് എന്ന് മനസ്സിലാക്കി അന്ന് കൂടെ കൊണ്ടുപോയതായിരിക്കാം ആ കഥ നമ്മളുടെ അടുത്തേക്ക്. കാരണം നമ്മളും ചോളന്മാരുടെ കീഴിലായിരുന്നു 8-9, നമ്മൾ ചേരന്മാരായിരുന്നു, ചോളന്മാരുടെ കീഴിലായിരുന്നു, പാണ്ഡ്യന്മാരിടയ്ക്ക് കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു സമ്മിശ്ര വർഗമായിട്ടായിരുന്നു നമ്മുടെ ഉത്ഭവത്തെ നോക്കിക്കഴിഞ്ഞാൽ. പ്രത്യേകിച്ച് ഹിസ്റ്ററി ഓഫ് ആർക്കിടെക്ചർ പഠിക്കുന്ന നമ്മളിതെല്ലാം സ്പെസിഫിക് ആയിട്ട് പഠിക്കുന്നതാണ്. അപ്പോൾ ചിലപ്പം അവിടെ നിന്ന് വന്ന ഒരു വിശ്വാസമായിരിക്കും അത് ഇന്നൊരു വിശ്വാസ സത്യമായിട്ട് മാറി. പക്ഷെ ഇതിന്റെ ഭംഗി എന്താന്ന് വെച്ച് കഴിഞ്ഞാല് കമ്മ്യൂണിറ്റി ഇതിനെ അക്സെപ്റ്റ് ചെയ്യുകയും അവിടെ ഉണ്ടാകുന്ന റിച്വൽസും നമ്മുടെ ഇവിടെ ഉണ്ടാകുന്ന റിച്വൽസും അതിന്റെ ഒരു സിമിലാരിറ്റിയും. പിന്നെ എന്തിനേറെ പറയുന്നു, നമുക്ക് ഇവിടെ കാന്തളൂർ ശാല, അതും ഡിബേറ്റിൽ നിൽക്കുന്ന ഒരു ടോപ്പിക്കാണ്. കാന്തളൂർ ശാലയിൽ മാർഷൽ ആർട്സ് പഠിപ്പിച്ചിരുന്നു. അത് വിഴിഞ്ഞം പോട്ട് തൊട്ട് വലിയ ശാല വരെ വളരെ നീണ്ട ആണ്ടാൾ ദേവനായികി എന്ന് പറഞ്ഞ് വയലാർ അവാർഡ് കിട്ടിയ പുസ്തകത്തിൽ വളരെ ഭംഗിയായിട്ട് അതിനെക്കുറിച്ച് ഡിസ്ക്രിപ്ഷൻ ഉണ്ട്. അപ്പോൾ ഈ കാന്തല്ലൂർ ശാലയിൽ ശ്രീലങ്കയിൽ നിന്ന് രാജകുമാരന്മാരെ കൊണ്ടുവന്ന് പഠിപ്പിക്കുന്നതായിട്ടും ചരിത്രത്തിൽ എഴുതിയിട്ടുണ്ട്. ഇതിന്റെ ഭംഗി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയുള്ള മാർഷൽ ആർട്ട് നമ്മൾ കളരിപ്പയറ്റ് എന്ന് പറയുന്നത് നമുക്ക് ശ്രീലങ്കയിൽ ക്യാൻറ്റീനിൽ ചെന്നാൽ അവർക്കും ഉണ്ടത്. അതിന്റെ പേര് അങ്കൻ പോര. നമ്മുടെ അംഗങ്ങളെല്ലാം ഉപയോഗിച്ച് നടത്തുന്ന പോരെന്നായിരിക്കും അതിന്റെ അർത്ഥം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. വളരെ സിമിലർ ആയിട്ടുള്ള ചുവടുവെപ്പുകൾ. പക്ഷെ ഒരു വ്യത്യാസമുള്ളത്, നമ്മുടെ ഇപ്പം സദേൺ കേരളയില് നമ്മുടെ കളരിപ്പയറ്റ് എന്ന് പറഞ്ഞാൽ അത് ശരിക്കും യുദ്ധമുറ തന്നെയാണ്. പക്ഷെ നോർത്തിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഒരു ബോഡിയുടെ ഹെൽത്തി പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നും നമ്മുടെ ഇവിടെ കളരിപ്പയറ്റ് നമ്മൾ നടത്താറുണ്ട്, ഒരു ഹെൽത്ത് കോൺഷ്യസ് ആയിട്ട്. കാരണം ചിലപ്പം യുദ്ധങ്ങൾ പഠിപ്പിക്കേണ്ട ഒരു ആവശ്യകത കാന്തളൂർ ശാലയ്ക്ക് ഉണ്ടായിരുന്നു കാണാം. അപ്പോൾ എവിടെ പോയി നോക്കിയാലും ഫിസിക്കൽ ഹെറിറ്റേജ്, ഇന്നിപ്പോ കാന്തളൂർ ശാല എവിടെയെന്ന് ചോദിച്ചാൽ എല്ലാ ചരിത്രകാരന്മാരും കഴിഞ്ഞ ആഴ്ച ശശിഭൂഷൺ സാറുമായിട്ടൊന്ന് സംസാരിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു ഇല്ല കാന്തളൂർ ശാല വലിയ ശാലയിൽ അകത്തേ ഉള്ളൂ, വിഴിഞ്ഞം പോട്ട് തൊട്ട് ഇല്ല. പക്ഷെ വിഴിഞ്ഞം പോട്ടിനടുത്ത് 1 കിലോമീറ്ററിനകത്ത് 2 കുഞ്ഞ് അമ്പലങ്ങളുണ്ട്. അമ്പലങ്ങൾ ടിപ്പിക്കലായിട്ടുള്ള ചോള ടൈമിലെ ആർക്കിടെക്ചറാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. അപ്പോൾ ഇനി ഇല്ല എന്ന് പറയുന്നതിനും ഉണ്ട് എന്ന് പറയുന്നതിനും നമുക്ക് ഇനിയും ഒരുപാട് പ്രൂഫ് കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. എങ്കിൽ പോലും നമ്മൾ മനസ്സിലാക്കേണ്ടത് നിർമ്മിതികൾ ഇല്ല എങ്കിൽ, അതായത് ഫിസിക്കലായിട്ടുള്ള ഹെറിറ്റേജ് ഇല്ല എങ്കിൽ പോലും ഫിസിക്കൽ ഹെറിറ്റേജിനെ, ഇൻടാഞ്ചിബിൾ ഹെറിറ്റേജിന്റെ വഴിയെ നമ്മൾ നടക്കുകയാണെങ്കിൽ നമുക്ക് മണ്ണിന്റെ അടിയിലും കടലിന്റെ അടിയിലും പോയിരിക്കുന്ന ഒരുപാട് ചരിത്രം, ആ ചരിത്രം വഴി അതിന്റെ നിർമ്മിതികളും കണ്ടുപിടിക്കാൻ സാധിക്കും. ഇനി അടുത്ത വലിയ വിഷയം, ഇപ്പം നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ജൂ സിനഗോഗിന്റെ കാര്യം കർമ്മേന്ദ്രൻ സാറ് പറഞ്ഞു. അത് പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുന്നില്ല, അത് പ്രിസർവ് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ എല്ലാ കമ്മ്യൂണിറ്റീസിനും എല്ലാ മനുഷ്യർക്കും ഉള്ളിലൊരു ആഗ്രഹമുണ്ട്, എനിക്ക് താല്പര്യമുള്ള പൈതൃകമെല്ലാം പ്രൊട്ടക്റ്റഡ് ആവണമെന്ന്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇന്ത്യ പോലൊരു മഹാരാജ്യത്ത് ഇന്യൂമറബിൾ, ശരിക്കും പറഞ്ഞ എന്താ പറയാ, എണ്ണിയാൽ ഒതുങ്ങാത്ത രീതിയിലുള്ള പൈതൃകമുണ്ട്. കോൺസ്റ്റിറ്റ്യൂഷനിൽ പൈതൃകം സംരക്ഷിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഫണ്ടില്ല. കാരണം പൈതൃകം സംരക്ഷിക്കണേ ഫണ്ട് വേണം. അപ്പോൾ നമുക്ക് ചില വിട്ടുവീഴ്ചകളൊക്കെ ചെയ്യേണ്ടി വരും. എന്താണ് നമ്മൾ സംരക്ഷിച്ചു വെക്കേണ്ടത്, എത്രമാത്രം സംരക്ഷിച്ചു വെക്കപ്പെടണം, ഇനിയാണ് നിയമങ്ങളുടെയൊക്കെ ഒരു പ്രശ്നവും വരാൻ പോകുന്നത്. ഇപ്പൊ നമ്മുടെ ആംസാർ ആക്ട് 2010 ആംസാർ ആക്ട് ആണ്. അത് ആർക്കിയോളജിക്കൽ സർവേ കൊണ്ടുവന്ന ബിൽഡിങ്സ് എല്ലാം, ഹെറിറ്റേജ് ബിൽഡിങ്സ് എല്ലാം എങ്ങനെ പ്രൊട്ടക്ട് ചെയ്യണം എന്നുള്ളതിന്റെ ഒരു ആക്ട് ആണ്. ആക്ടിനകത്ത് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഒരു പൈതൃക നിർമ്മിതി അത് പൈതൃകമാണെന്ന് നോട്ടിഫൈ ചെയ്ത ശേഷം അതിന് 100 മീറ്റർ ചുറ്റളവിൽ ഒരു നിർമ്മിതിയും പാടില്ല. 200 മീറ്റർ ചുറ്റളവിൽ അതിന്റെ അതായത് അതിന് ഡെസിഗ്നേറ്റഡ് ആയിട്ടുള്ള അതോറിറ്റീസ് ഉണ്ട്. ആ അതോറിറ്റീസിന്റെ പെർമിഷനോടെ
പണിയാം. അവർ പറയുന്ന ആർക്കിടെക്ചറൽ ലാംഗ്വേജ് കൊണ്ടൊന്ന് പണിയാം. അത് കഴിഞ്ഞിട്ടുള്ളതും അതായത് നോ കൺസ്ട്രക്ഷൻ സോണോ പിന്നെ വിത്ത് പെർമിഷനും അത് കഴിഞ്ഞിട്ടുള്ളിടത്ത് മാത്രമേ നമുക്ക് എന്ത് വേണേലും പണിയാൻ പറ്റുള്ളൂ എന്നുള്ള രീതിയിലൊരു ഇത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ചിലപ്പം സംശയം തോന്നും, ഇപ്പൊ കേരളം പോലെ വളരെ ഡെൻസിഫൈഡ് ആയിട്ടൊരു സ്ഥലം, ആകെ 595 കിലോമീറ്റർ നീളവും 120 കിലോമീറ്റർ വീതി ഇടയ്ക്കും പിന്നെ 36 കിലോമീറ്റർ വരെ ചുരുങ്ങുന്ന ഒരു ചെറിയ ഭൂമി. നമ്മൾ മലയാളികൾക്ക് ഭയങ്കര എന്താണ് സ്വകാര്യ അഭിമാനമാണ് കേരളം എങ്കിൽ പോലും ജോഗ്രഫിക്കലി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വളരെ വീക്കാണ്. ഈ 595 കിലോമീറ്റർ നീളവും ഈ 120 കിലോമീറ്റർ വീതി ഏറ്റവും വീതിയുള്ള സ്ഥലത്ത് നമ്മൾ 3 തരം ഭൂപ്രദേശങ്ങളാണ് കാണുന്നത്: ലോലാൻഡ്, മിഡ്ലാൻഡ്, ഹൈലാൻഡ്. അപ്പം 3 തരത്തിലുള്ള പ്രദേശങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് നിർമ്മിതികളുടെ കാര്യത്തിൽ വളരെയേറെ ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട്. എന്നിരിക്കെ തന്നെ നമ്മൾ പൈതൃക അപ്പം ഇവിടെയുള്ള പൈതൃകങ്ങൾക്കും അതിന്റെ കൺസ്ട്രക്ഷനിലും വ്യത്യാസങ്ങളുണ്ട്. അപ്പം എന്തെല്ലാം നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാം എന്നുള്ളത് ഒരു വലിയൊരു ചിന്ത തന്നെ ആയിരിക്കണം. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ഇപ്പൊ കൺസർവേഷൻ ഫിലോസഫിയിൽ കൊണ്ടുവന്നേക്കുന്ന ചില വാല്യൂസ്, അതായത് ഇമോഷണൽ വാല്യൂ ഉള്ള ചിലർക്ക്. ഇപ്പം ഞാൻ പറയാം, എന്നെ ബാപ്റ്റൈസ് ചെയ്ത പള്ളി എനിക്ക് ഭയങ്കര ഇമോഷണൽ വാല്യൂ ഉള്ളതാണ്. എന്നെ പോലെ തന്നെ 100 പേര് ബാപ്റ്റൈസ്ഡ് ആയി കാണും അവിടെ, അവർക്കെല്ലാം ഇമോഷണൽ വാല്യൂ ഉണ്ടായിരിക്കാം. ആ പള്ളി പൊളിക്കാൻ സമ്മതിക്കത്തില്ല. അല്ലെ എന്റെ അച്ഛൻ്റെ അമ്മയുടെയും കല്യാണം അവിടെ വെച്ചാൽ നടന്ന് എനിക്ക് ഭയങ്കര ഇമോഷണൽ വാല്യൂ ഉണ്ട്. ആണോ? ചിലർക്ക് സ്പിരിച്വൽ വാല്യൂ ആണ്. ഇപ്പൊ ഞാൻ പറയുന്ന പോലെ നമുക്ക് എന്താണ് ഒരു ഫെസ്റ്റിവൽ നടക്കുന്ന ഒരു സ്ഥലം, ഫെസ്റ്റിവൽ തന്നെ ആർക്കിടെക്ചറൽ സ്പേസസ് രൂപീകരിക്കും. അതുപോലെ ആർക്കിടെക്ചറൽ സ്പേസസ് തന്നെ ക്രിയേറ്റ് ചെയ്യുന്ന പല റിച്വൽസും ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ, കാരണം ഇതെല്ലാം ചെയ്യുന്നത് കമ്മ്യൂണിറ്റിക്ക് വേണ്ടി മാത്രമാണ്, അല്ലാതെ സർക്കാരിന് വേണ്ടിയിട്ടോ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യക്ക് വേണ്ടിയിട്ടോ അല്ല. ഇതെല്ലാം സിറ്റിസൺസിന് വേണ്ടിയിട്ടാണ്. ആ സിറ്റിസൺസ് എന്തിനാണ് ഈ കൺസർവേഷനകത്ത് ഏറ്റവും വലിയ പാഠം എന്ന് പറയുന്നത്, നമ്മൾ ആരും ഒന്നും ഓൺ ചെയ്യുന്നില്ല. വി ഡോണ്ട് ഓൺ എനിത്തിങ്. കാരണം ഞാൻ കൊണ്ടുവന്നൊന്നുമല്ല ഈ പൈതൃകം, തലമുറകളായിട്ട് എൻ്റെ കയ്യിൽ എത്തി. ഞാൻ അതിൻ്റെ ഒരു സ്റ്റീവോർഡ് മാത്രമാണ്. അതിനെ സംരക്ഷിക്കാൻ സാധിക്കുമെങ്കിൽ അതൊരു പുണ്യകർമ്മമായി നോക്കി അടുത്ത തലമുറയിലേക്ക് ഹാൻഡ് ഓവർ ചെയ്യുക എന്നുള്ളത് മാത്രമാണ് എൻ്റെ കർമ്മം. അപ്പൊ അങ്ങനെയുള്ള സ്റ്റീവോർഡ് ആയിട്ടുള്ള എനിക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുന്ന വാല്യൂസ് ബേസ് ചെയ്തുകൊണ്ട് ഒരു കേസ് ബിൽഡപ്പ് ചെയ്യണം. അപ്പം എല്ലാ പൈതൃകവും നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റത്തില്ല. അതിനെ ഓർത്ത് നമ്മൾ ആരും ദുഃഖിക്കുകയോ വേണ്ട. പക്ഷെ നഷ്ടപ്പെട്ടു പോയാൽ അത് ഒരു ഹിസ്റ്ററി പേജിന്, നമുക്ക് ചരിത്രം വായിക്കുന്നവർക്ക് അറിയാം, ഒരു പേജ് അതിന്റെ കീഴിൽ പോയാൽ ഒരു കണ്ടിന്യൂറ്റി ഇല്ലാതെ പോകും. ആ ഒരു കണ്ടിന്യൂറ്റി നഷ്ടപ്പെട്ടു പോകാതിരിക്കാനായിട്ട് നമുക്ക് ഐഡന്റിഫൈ ചെയ്തിട്ടുള്ള പൈതൃകങ്ങളാണ് നമുക്ക് സംരക്ഷിക്കേണ്ടത്. അപ്പം കൾച്ചറൽ വാല്യൂസ് ഉള്ളത്, ഹിസ്റ്റോറിക്, ആർക്കിയോളജിക്കൽ, ഈസ്തെറ്റിക് വാല്യൂസ് ഒക്കെ ഉള്ളത്. അതുപോലെ ഫങ്ഷണൽ വാല്യൂ എന്തുകൊണ്ട് ഇമ്പോർട്ടൻ്റ് ആവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി ഒരു 50 കൊല്ലം കൂടി കെട്ടിടങ്ങൾ ഇരിക്കുമെങ്കിൽ ഇവിടെ തന്നെ നമ്മളിപ്പം 8 ഇഷ്ടികയുടെ എംബോഡിഡ് എനർജി എന്ന് പറഞ്ഞാൽ 1 ഗാലൻ ഗ്യാസോലിനാണ്. അപ്പൊ അത്ര എന്തിനാ നഷ്ടപ്പെടുത്തുന്നത്? നമുക്കറിയാലോ, നമുക്ക് ഭംഗിക്ക് വേണ്ടി പറയാം, ശൂന്യതയിൽ നിന്ന് നമ്മൾ വിസ്മയങ്ങളൊക്കെ സൃഷ്ടിക്കുവാണ് ഈ കെട്ടിടങ്ങൾ എന്നൊക്കെ പറയാം. അത് ഭംഗിക്ക് ഒരു ശൂന്യതയിൽ ഒന്നും സൃഷ്ടിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇതെല്ലാം കല്ലും മണ്ണും പ്രകൃതിയുടെ വിഭവങ്ങൾ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ട് കുറച്ചും കൂടെ കാലം ഇത് നിൽക്കുമെങ്കിൽ, അതിന്റെ ഫംഗ്ഷൻ അത് നടത്തുമെങ്കിൽ നമ്മളതിനെ പ്രൊട്ടക്ട് ചെയ്ത് വെക്കണം. ഏറ്റവും വലിയ ചോദ്യം, ഇത് ആര് ഓൺ ചെയ്യുന്നു? ഒരു ഡിപ്പാർട്ട്മെന്റ് ഓഫ് ആർക്കിയോളജിയോ അല്ലെങ്കിൽ ഇന്ത്യ ഗവൺമെന്റോ സ്റ്റേറ്റ് ഗവൺമെന്റോ അല്ല ഇത് ഓൺ ചെയ്യുന്നത്. നമ്മളാണ് ഇത് ഓൺ ചെയ്യുന്നത്. പബ്ലിക്, ജനറൽ പബ്ലിക്, നമ്മൾ ഓരോരുത്തരുമാണ് ഇത് ഓൺ ചെയ്യുന്നത്. അപ്പം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ 3 തരത്തിലാണ് ഇതിനെ ഡിവൈഡ് ചെയ്തത്. അവർ മോണ്യുമെന്റ്സിനെ കുറിച്ച് മാത്രമേ പറയുന്നുള്ളൂ. ഞാൻ പറയുന്നത് മോണ്യുമെന്റ്സിനോടൊപ്പം തന്നെ സംരക്ഷിക്കപ്പെടേണ്ട, മോണ്യുമെന്റിന്റെ അത്രയും തണ്ടും തന്റേതൊന്നും ഇല്ലാതെങ്കിൽ പോലും പൈതൃകത്തിന് സമാനമായ പൈതൃകമായ പല ഗ്രാമങ്ങളും ഉണ്ട്, പല നിർമ്മിതികളും ഉണ്ട്. അതുപോലെ നിർമ്മിതികളുടെ കൂടെയുള്ള മൂർച്ചവും അമൂർച്ചവുമായിട്ടുള്ള പൈതൃകങ്ങളുണ്ട്. അപ്പം യൂണിയൻ പ്രൊട്ടക്റ്റഡ് ആയിട്ടാവാം, സ്റ്റേറ്റ് ആവാം, ചിലത് കൺകറന്റ് ലിസ്റ്റിലിട്ടേക്കും. കൺകറന്റ് ലിസ്റ്റിലാകുമ്പോൾ അതിന് തൽക്കാലത്തേക്കൊരു എന്താ പറയുക ജസ്റ്റിഫിക്കേഷൻ ഉണ്ട്. ആൻഡ് ദെൻ ആ ജസ്റ്റിഫിക്കേഷൻ പ്രൂവ്ഡ് ആയി കഴിഞ്ഞാൽ അതിനെ നമുക്ക് സ്റ്റേറ്റ് ലിസ്റ്റിലേക്ക് കൊണ്ടുപോകാൻ പറ്റും. നാഷണൽ ഇമ്പോർട്ടൻസ് ആണ്, യൂണിയൻ ലിസ്റ്റിലേക്ക് മാറ്റാൻ പറ്റും. നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് കയറുന്നതിന് മുമ്പ് എങ്ങനെയാണ് ഇന്ത്യയിലെ ഹെറിറ്റേജ്
കൺസർവേഷൻ, പൈതൃക സംരക്ഷണത്തിന്റെ ഒരു ഉത്ഭവത്തെ കുറിച്ചൊന്ന് പെട്ടെന്നൊന്ന് പറഞ്ഞു പോകാം. ആദ്യത്തെ നമ്മൾ ക്ലാസിക്കൽ പീരീഡ് എന്നോ വേദിക് പീരീഡ് എന്നൊക്കെ പറയും. ഇപ്പം നിങ്ങൾ പുസ്തകങ്ങളൊക്കെ തിരഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേദിക് പീരീഡ് എന്ന് പറയും. പക്ഷെ വേദിക് എന്നൊരു പീരീഡ് ആണോ ആദ്യത്തേത് എന്ന് ഇപ്പൊ സംശയങ്ങളുണ്ട്. വേദിക് എന്ന് പറഞ്ഞൊരു വാക്ക് തന്നെ ആവശ്യമുണ്ടോ എന്ന് പല ഹിസ്റ്റോറിയൻസും ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ അതിനെ ക്ലാസിക്കൽ പീരീഡ് അല്ലെ ഏൻഷ്യൻ പീരീഡ് എന്ന് കൺസിഡർ ചെയ്യുന്നു. അപ്പം അതില് ഒരുപാട് അമ്പലങ്ങള്, ഇപ്പം ബുദ്ധന്മാരുടെ ക്ഷേത്രങ്ങള്, ജൈനന്മാരുടെ ക്ഷേത്രങ്ങള്, നമ്മുടെ ഹിന്ദു ടെമ്പിൾസ്, അങ്ങനെയുള്ള ഒത്തിരി നിർമ്മിതികൾ ഉണ്ടായിട്ടുണ്ട്.